ഞാനിപ്പോൾ ആലോചിക്കണം എന്താ അറിയോ, പെണ്ണ് കിട്ടുമ്പോൾ കോഴിക്കോട് നിന്ന് കിട്ടിയാലോ. ട്രിപ്പിൾസ് പോലീസ് പിടിക്കൂലേ, ആ വണ്ടി നമ്പർ കാണിക്കണ്ട. നേരം വിളിച്ചാത്ത പൂച്ചപ്പോൾ വന്നു. കാരണം എന്താ, എൻ്റെ കയ്യിൽ സാധനം ഉണ്ട്. ഇതേപോലെയാണ് ലൈഫ്. നമ്മളെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും കണ്ടോ. അങ്ങനെ നമ്മൾ മുഗ്ദാർ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഇത് എവിടുക്കാം? പല്ലൂരി ഒക്കെ. അലീമ എവിടുത്താണ് മെയിന്? ഓ അലീം. ഓ അലീം. അത് എനിക്ക് ഒരു തവണ വന്നിട്ട് മനസ്സിലായി. അതോ പിള്ളേരൊക്കെ സീൻ പോക്കാണ്. മുർഷിദപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. കാരണം മുർഷിദ് ഇവിടുത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മനുഷ്യനും. കാരണം എന്താ? യെസ്, ജുനൈദിന്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും സെറ്റാണ്. ഇക്കാക്കന്മാരൊക്കെ ജുനൈദിനെ അറിയും. അപ്പൊ കണ്ടാ പോണ ഇതേപോലൊക്കെ ജുനൈദിനെ അറിയണോല് ഇങ്ങനെ നോക്കണതാണ്. ഞങ്ങൾക്ക് അതൊക്കെ ഞാൻ കാണിച്ചു തരും. 6 ഞണ്ട് തിന്നു കഴിഞ്ഞാൽ 600 റുപ്യ തരാം തുടങ്ങിയോന്. ആ 6 ഞണ്ട് തിന്നു. ഞങ്ങള് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയ കോഴിക്കോട് മുഗ്ദാർ ബീച്ച്. ദിസ് ഈസ് ദ അവർ. അപ്പോ ജുനൂവിത്തുമാരിനെ കണ്ടിട്ട് ആൾക്കാർ, ഇവനെ കണ്ടിട്ട് വരെ ആൾക്കാർ മുഴുവൻ എന്ത് ചെയ്യും, നോക്കും. എന്തിനെ? അതാണ് എനിക്കറിയാത്ത. എന്തിനെ ഇവൻ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യണേ? ഇവിടെ അറിയുന്ന ആൾക്കാരാണ് അവിടെ. വൈഫ് എവിടെയെന്നാണ് എല്ലാവരും ചോദിക്കണേ. ഇവൻ ആർക്കും വേണ്ട, എല്ലാവർക്കും വൈഫിനെ മാത്രം മതി. അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം ബ്രോ? കാര്യം പറയാം. സ്നേഹത്തിനോടാ നമ്മൾ അന്ന് വന്നിട്ട് കഴിച്ചത് എവിടെയായിരുന്നു ജുനു? ഇവിടെ അല്ലായിരുന്നു? ദില്ലി കബാബിലെ. ദില്ലി കബാബിന്ന് എന്തെങ്കിലും കബാബ് കഴിച്ചാലോ എന്നാ പുല്ലേ? ഇത് തല തിരിഞ്ഞിട്ടാണ് ഞാൻ പിടിച്ചിക്കണേന്ന് ഡൗട്ട്. എങ്ങനെ പിടിച്ചാലും ഒരേമാതിരി അല്ലേ വരിക? ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനാ വന്നിക്കണേ. നടന്ന് കാണാൻ പറ്റുന്ന അത്ര നമുക്ക് ഏത് വണ്ടി പോയാലും കാണാൻ പറ്റൂല. എവിടെ നമ്മൾ പോയാൽ ഇപ്പൊ ബാംഗ്ലൂർ പോയി വന്നു എന്ന് പറഞ്ഞു. ക്ലോസ് ആയോ ഇല്ലേ? ക്ലോസ് ആയോ ഇല്ലേ ഗൈസ്, ഓലീമിൽ വന്നതാണ്. ഓലീം ക്ലോസ് ആയി. ക്ലോസ് ആയിട്ടില്ല. വാ വാ വാ. അപ്പൊ കഴിഞ്ഞ തവണ നമ്മള് ജുനൈദിനല്ല ഫർഹാന് എന്ത് കൊടുത്തിരുന്നു? ചലഞ്ച് കൊടുത്തിരുന്നു. അലീമിക്കാണ് നമ്മള് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിക്കണേ. മട്ടൻ മറാഗ് അലീം എത്ര എണ്ണം വേണം? മലയാളി ജുനൈദ് ബ്രോ ആണ്. ഒന്ന് ട്രൈ ചെയ്തിട്ട് പോരെ? എനിക്ക് മൂടില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ സൈഡായിട്ട് കഴിച്ചാൽ പോരെ ബ്രോ? മുസ്റ്റി ബ്രോ 2 വേണോ? ഒരു 250 എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 500, 250, 250 മട്ടൺ. മട്ടൺ എടാ, അത് നമുക്ക് എല്ലാവർക്കും വേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. 250 നിങ്ങൾ കഴിക്കൂല എന്നാ പറയണേ. എടാ, ഇജ്ജ് അവിടെ പറയണത് കേൾക്കൂല കേട്ടോ ബ്രോ. ഫോണിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, രണ്ടും അല്ല. ഫോണിന്റെ അടുത്തൊന്നും പറഞ്ഞാൽ കേൾക്കൂല. ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ എന്താ കൊടുക്കാൻ? ഈ കാറുണ്ടോ? ഈ കാറത്തെ എല്ലാരും ജുനുവിനെ മനസ്സിലായിട്ട് എന്ത് ചെയ്യണം എന്നറിയടൊക്കെയാണ്. എടാ, ജുനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുനുനൊക്കെ മനസ്സിലായിട്ട് ആറ്റിറ്റ്യൂഡ് മച്ച എരകളൊന്നല്ല ഇവിടെ. ഇവിടെ നമ്മള് ബ്ലോഗ് സാധനം എത്തിയിട്ടുണ്ട്. നമ്മളെ ജുനു വാ. ഇത് ആദ്യം നാരങ്ങ കഴിച്ചാലാ മൂട്. സീരിയസ്ലി, നീ നാരങ്ങ കഴിച്ചിട്ട് അനക്ക് നാരങ്ങ കഴിക്കണതിന്റെ മുന്നേ ഒന്ന് കഴിക്കണ്ടേ? ഇല്ല, നോ ഇഷ്യൂ. ഓക്കെ അല്ലേ? എല്ലാരും കഴിച്ചില്ലേ? നാരങ്ങ ഫുള്ള് പുറത്ത് കഴിച്ചേ. ഇജ്ജ് ക്യാമറ ഇങ്ങനെ എടുത്തോണ്ടിരുന്നോട്ടോ, കഴിക്കൊന്നും വേണ്ട. സാധനം കുട്ടാ. എന്താ പറയാ, ഹൈദരാബാദിൽ പോയി കഴിച്ചിരുന്നു.
എടുക്കുമ്പോട്ടാ പോരാ. അതല്ലാട്ട് അറിയില്ലല്ലേ. എന്താ വിഷയം? കറക്റ്റ് വേസ്റ്റ് പിന്നിൽ വീഴും. ഞാൻ അവിടെ പോയി അങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. കുറച്ചിപ്പടുത്തുന്നുണ്ട്. അത് തൂക്കിട്ട കുറച്ച് എടുത്തുനിന്ന് ഇടണം. അപ്പൊ കറക്റ്റ് വീഴ്ത്ത്. അവിടുന്ന് വീഴ്ത്തിട്ടാണെങ്കിൽ ഒരു ചാൻസ് കൂടെ തരും ഇതേപോലെ ഇടാൻ. അലീമിഞ്ഞ് കഴിക്കണ്ട, വേറെന്ത് കബാബ് മേടിച്ചിടാം. ചിക്കൻ കണ്ണടച്ചിടുകയാണെങ്കിൽ ചിക്കൻ കബാബ്. എന്നാ ഇതിടും കബാബ്. ഞണ്ട് ഇല്ലെങ്കിൽ എനിക്ക് മേടിച്ചു തരണം. ഞണ്ട് പോയി ഗൈസ്. അപ്പൊ നമ്മള് നേരെ ഞണ്ട് വാങ്ങാൻ പോവാണ്. ബാ ഞണ്ട്. അടുത്ത നമ്മള് ഞണ്ടാണ്. മുർഷിയാണെങ്കിൽ ഞണ്ടാണോ വേണ്ടേ അതോ കാട 2 പൊറോട്ട ഒരിത് അതിന് 160 ഉറുപ്പി അങ്ങനത്തെ കോംബോ. ഇവിടെ കോംബോ ഉണ്ട് ഇഷ്ടം പോലെ സ്ഥലം. നമ്മള് 1000 കോഴിക്ക് അരക്കാട, അതാണ് എന്റെ കണക്ക്. എന്നാ ഞാൻ ഈ കുപ്പി ഒറ്റ ഫ്ലിപ്പ് ചെയ്തിട്ട് നിർത്തിയാലോ? അല്ലാ ഞണ്ട് ക്യാൻസൽ ചെയ്യണേണ്. അതൊന്ന് നിക്കണല്ലോ കുറച്ചോലെ. എത്ര ചാൻസാ? ഒറ്റ ചാൻസ്. ഇല്ല ഞണ്ട് പോയി. പിന്നെ ഞണ്ട് പോയി ഇങ്ങനെ ഇട്ടായി നിക്കൂലേ. എടാ അത് ബാഡായി. എന്താ ക്യാമറയിൽ തിരിഞ്ഞിട്ടിടാത്തെ? ഞണ്ട് പോയിട്ടോ, ഞണ്ട് ക്യാൻസലായി. അപ്പൊ ഗൈസ് കടം തീർന്നു. ഓക്കെ ആണ്. ഇനി എന്താ ചലഞ്ചുകളല്ലേ? നമ്മളത് ചലഞ്ചുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കാറിന്റെ മുകളിൽ നിർത്തടോ. ആ നായിന്റെ തലമ കറക്റ്റ് നിർത്തി തരാം എറിഞ്ഞിട്ട്. ആ നായിന്റെ തലമ കറക്റ്റ് ഇല്ല. ഈ ട്രിപ്പിൾസ് പോലീസ് പിടിക്കൂലേ? ആ വണ്ടി നമ്പർ കാണിക്കണ്ട. അതൊക്കെ ഇനി കട്ട് ചെയ്യണ്ടേ? ഞാൻ ആവശ്യമില്ലാണ്ട് ഓരോന്ന് എടുത്ത് വെച്ചിട്ട്. ഇവനിതാണ് പരിപാടി. ആവശ്യമില്ലാണ്ട് ഓരോന്ന് എടുത്ത് വെക്കുന്നിട്ട് ഞാനത് കട്ട് ചെയ്യണം. കബാബ് കഴിക്കാം. ജുനോ ഏത് കബാബാണ് എനിക്ക് ഇഷ്ടം? അതിന്റെ ഉള്ളിലത്തെ കബാബ് കഴിക്കാം. ഏത് മേടിച്ചാലും ഞാൻ കഴിക്കും. ഏത് മൈക്കേ? നിങ്ങൾ ഇന്നത്തത് നമ്മക്ക് കാണികളെല്ലാം എന്താ സംഭവം നടക്കാതെ നോക്കിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ജുനീദിന്റെ ചെലവാണ്. അപ്പോൾ ഫുൾ സാധനങ്ങൾ എന്ത് വേണമെങ്കിലും പറയാമെന്നാണ് ജുനീദ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മുർഷിയെ എന്താ വേണ്ടേ കഴിക്കാൻ? പച്ചവെള്ളം പറയട്ടെ. എന്നാ അതെടുക്ക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് അലീം കഴിച്ചു. അലീം എവിടെ? വേറെ ആളേന്നു. എന്തെങ്കിലും ഒന്ന് പറ. അല്ലാസി കബാബ് ഉണ്ട്, പിന്നെ ദില്ലി ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ഏതാ? ഇത് വലുതാണ്. ഇത് ഇവിടെ എന്തായാലും കണ്ടത് നന്നായിട്ടോ. എവിടെ ക്യാമറമാനോ? കണ്ടത് നന്നായി, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടേനെ. അപ്പോ ഇതിലെന്താ പറയാനുള്ളത്? നമ്മൾ ഓരോന്നും ഫോട്ടോയില് കാണുന്നത് മിന്നുന്നതെല്ലാം അതാണ്. ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അതാണ്. അപ്പൊ മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പൊ ആ ഫോട്ടോത്തിൽ കണ്ടപ്പോ വലുതാന്ന് വിചാരിച്ചു. പക്ഷെ ആള് പറഞ്ഞു കഴിച്ചു കഴിഞ്ഞത് പൊന്നാന്ന് പറയുന്നേ. അപ്പൊ തോന്നുന്നു അല്ലേ? പൊന്നാന്ന് പറയണം. ഇല്ലാതെ നമ്മൾ എന്തായാലും കറക്റ്റ് കാര്യം പറയുള്ളൂ. ഇത് നോർത്തിലെന്നാ പറഞ്ഞ നമ്മളോട് കാക്ക. ഇവിടെ അറബിക്കായി സൗദിയിലെത്തി. അവിടെ ഇന്ത്യ, ഇവിടെ സൗദി. അത് തന്നെ പറഞ്ഞേ ബട്ടർ ചിക്കൻ ആണ്. ഓക്കെ അപ്പൊ കറക്റ്റ്. എല്ലാം മാറിയിട്ടുണ്ട് ക്യാമറമാനെ. അപ്പൊ ഈ സാധനം ഇത് അറബിക്ക്, ഇത് നോർത്ത് ഇന്ത്യൻ സാധനമാണിത്. ബട്ടർ ചിക്കൻ ഇത് അറബിക്ക്. തലയിരിഞ്ഞിട്ടാണിത്. മറ്റേതൊക്കെ മുകളിലാണ് കണ്ടോ. ഇത് നേരെ അതിന്റെ മുകളിൽ സാധനം. അങ്ങനെ അറബിക്ക്.
ഒക്കെ തലയിരുന്നിട്ടാ. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒന്നും വേണ്ടേ? ആ അൽഫാമും പറ. ആ ഒരു ചെസ്റ്റും. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് പോയിരുന്നാലോ കുറച്ചു നേരം? എന്നാ നിങ്ങൾ ഇതൊരു കുപ്പി ഇങ്ങനെ ഒറ്റ ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് ഫ്രീ. നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിന്ന പൈസ തരണം. അല്ല നിന്നിട്ടില്ലെങ്കിൽ പൈസ തരാം. നിന്നിട്ടില്ലെങ്കിൽ പൈസ തരാന്ന്. ഓക്കെ ഓക്കെ. സാധനം എടുക്കാം. എന്തായാലും അവിടെ പോയിരിക്കാം. വെയിറ്റ് ചെയ്യട്ടെ. അവർ ചേരെടുത്ത് ഇങ്ങോട്ടിടാം. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പുറത്ത് എന്തോ പരിപാടി ഉണ്ട്. അതെന്താ? അപ്പുറത്തെ റിസപ്ഷൻ. അപ്പുറത്തെ ഒരു റിസപ്ഷന്റെ പരിപാടി എന്തോ നടക്കുന്നുണ്ട്. എന്താന്നുള്ളത് നമുക്കും അറിയില്ല. പക്ഷെ ഫെബി ബ്രോ വിളിക്കുന്നുണ്ട്. അപ്പോ നമ്മളൊരു ഫ്രണ്ട് വരുന്നുണ്ട്. ഫെബി കഴിഞ്ഞ നമ്മളെ വ്ലോഗിലോ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഫെബി ഉണ്ടായിരുന്നു. അപ്പൊ വരുന്നുണ്ട്. ഇവന് നമ്മളെ ആളാണ്. കഴിഞ്ഞ വ്ലോഗില് ഫസ്റ്റ് ഹാഫ് ജുനു, സെക്കൻഡ് ഹാഫ് ഫെബി. ഓ ഇല്ലാന്ന് പറഞ്ഞു. നമ്മളെന്തിനാ ഇല്ലാന്ന് പറഞ്ഞു? നമ്മള് വെയിറ്റ് ചെയ്യരുതേ. മുട്ടിച്ചിന് ആളാണ് ബാബു. ആ എന്നാ അവിടെ മുട്ടിക്ക. അതാകുമ്പോ നല്ല ചെയറിലും ഇരിക്കാം. റോഡ് സൈഡിന്റെ ഒരു വൈബും കിട്ടും. ബാ, ഇത് നമ്മള് കാട്ടിൽ പോയ ഒരു അവസ്ഥ. ഇരുന്നിട്ട് ഇപ്പൊ കേട്ടിരുന്നില്ലേ? അതിൽ കാര്യമില്ല. കാരണം ഇവര് ഇവിടെ ഇങ്ങനെ നിക്കണം. ഇതിപ്പോ ഇവിടെ വന്നു ഇല്ലേ? ഇപ്പൊ കാനോ. ആ ഹിന്ദി ആദ്മിയെ മലയാളം മാലൂനെ അബ്കാ അല്ല മേരേക്കോ അല്ല തുംകോ. എന്താ നിങ്ങൾ കാണിക്കണേ? എടാ നമ്മളെന്തീ കാണിച്ചു. അതാ ഫെബി ബ്രോ വന്നു. നമ്മള് അതാണ് വരുന്ന ആളാണ് ഫെബി ബ്രോ. ഫെബി ബ്രോ അന്ന് തന്നെ ക്യാമറ കണ്ടിട്ട് പേടിച്ചു പോയൊരു മനുഷ്യരാ. ഫെബി ബ്രോ അപ്പൊ പിന്നെ അങ്ങനെ നിന്ന് ക്യാമറ എടുക്കേ. ഫെബി ബ്രോ ട്ടോ നമ്മളെ പയ്യനാ. ഇവൻ പാലായി. കുറ്റ്യാടി അടുത്ത സ്ഥലം. റോൾ ഓർഡർ അതവിടെ ഉണ്ടോ? ആ ശരി. ഞാൻ ഏത് സൈഡിൽ ഇരിക്കണല്ലേ? ഇവിടെ ഇരിക്കുമ്പോട്ടെ. അവിടെ നല്ല ക്യാമറ ഉണ്ട്. എന്റെ അടുത്തിരുന്ന വീഡിയോയിൽ പെടും. ഫെബി ആകെ കുടിയൊക്കെ ക്യാമറ. ചെക്കനെ നമ്മള് പണി കൊടുത്ത് പോകുമ്പോ നമ്മള് 1000 റുപ്യ വെച്ചിട്ട് ഓന് കൊടുക്കും. അന്ന് കൊടുത്തില്ല. 500. പിന്നെ തന്നില്ല. വീഡിയോയില് കണ്ടില്ല. അർഹതപ്പെട്ടു കൊടുക്കുന്ന പറയുന്നേ. അപ്പൊ അതാണ് കളിക്കണേ. അപ്പൊ ചൂടാറി എനിക്ക് വേണ്ട. ഓക്കെ നമുക്കൊരു ചെക്കന് 3ാമത്തെ ടേബിളും ക്ലീൻ ചെയ്യാൻ എത്തിക്കണം. 3ാമത്തെ ഓന് എവിടെ പോയാലും നമ്മളെ കാണണേ. ഓനിക്ക് എന്നെ ഭ്രാന്തായിക്കൂടെ? ആ അത് മതി. അത് മാത്രമേ വേണ്ട. ഇവിടുത്തെ മെനു മൊത്തം വന്നിട്ട് വേണം വെച്ചോളൂ. കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഓല് എന്തായാലും ജുനുവിനെ കണ്ടിട്ട് മനസ്സിലാക്കും. ജുനുമാരിനെ അറിയില്ല? ഇവനെ കണ്ടിട്ടില്ല. ഇവൻ ഓനെ അവിടേക്ക് തിരിയുമ്പോ അങ്ങോട്ടും തിരിയെ അങ്ങോട്ടും തിരിയെ. താത്ത ജുനു അങ്ങനെ ജുനു വിത്ത് മാരി. ജുനു ബായി കണ്ടില്ല. ഈ ബായി അന്ന അപ്പുറത്തെ പെണ്ണിനെ അറിയോ? നേപ്പാളിക്ക് അപ്പുറത്ത് വർക്ക് ചെയ്യണേ. ഏതാണത്? ഇല്ല. ജുനു വിത്ത് മാരിനെ അറിയില്ലെങ്കിൽ ഫോൺ എടുക്ക്. ഗൂഗിൾ പേ. നമ്മളെ ഗ്യാങ്ങിൽ എടുത്താലോ? ഗൂഗിൾ പേ അല്ല, ഇൻസ്റ്റാഗ്രാം എടുക്ക്. അതിന്റെ ഫുള്ള് സഞ്ജു സാംസങ് ആണല്ലോ. കുഞ്ഞാപ്പിനെ ഫോളോ ചെയ്യുന്നുണ്ടോ? സാംസങ് പൊട്ട. അതാ കുഞ്ഞാപ്പിനെ എന്തിനെടുക്കണേ? ജുനൂന്ന് അടിച്ചാൽ തന്നെ ഇപ്പൊ വരും. ഇതാ ജുനു വിത്ത് മാരി. കണ്ടോ? ഇവനെ കണ്ടിട്ടില്ലേ? പാത്തുവിന്റെ കണ്ടിട്ടുണ്ടാവും. എല്ലാം നല്ല ലൈക്ക് അടിച്ചു കണ്ടിട്ടുണ്ട്. എല്ലാരും ലൈക്ക്.
കൺഫേം അല്ലേ? കൺഫേമായി ബായിന്നേ തുടക്കാൻ വന്നിന്ന് ബായി ഇവിടെ ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴേ ജുനുവിനെ അറിയുന്ന ആൾക്കാർ കണ്ടോ ജുനുവിനെ കണ്ടോ ജുനുവിന്റെ ആൾക്കാരാണ് ഓലൊക്കെ ചൂണ്ടുന്നുണ്ട് ജുനുവിനെ. കണ്ടോ അതാണ് ജുനുവിന്റെ ഫാൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുനു ആണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. അതാണ് ജുനുവിന്റെ പരിപാടി. കിട്ടിയില്ലേ? അതാണ് ജുനു. ഇപ്പൊ കിട്ടിയോ? ഫോളോ ചെയ്തിക്ക് എന്തേലും കൊടുക്ക്. എന്തേലും ഉണ്ടോ? ഭയങ്കര മറ്റേ നമ്മളെ അതിന്റെ 5 പേരൊക്കെ ഇട്ട് എന്താ ഒരു കടി അടിച്ചു കടി അടിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച വന്നില്ലടാ, അന്നെ വിളിച്ചില്ലേ? അപ്പൊ ഞാൻ എനിക്ക് ചലഞ്ച് കൊടുത്തു. 5 പേരൊക്കെ അയച്ചു കഴിഞ്ഞാ 500 റുപ്യ. അത് എപ്പോ ദമ്മായിരിക്കുമ്പോ നോമ്പ് തുറന്ന് ഫുള്ള് അടിച്ച് ടമ്പറായി നിൽക്കുന്ന സമയത്ത് വന്നിട്ട് ഫെബി ബ്രോ നമ്മളെ കാണാനായിട്ട് ഹോസ്പിറ്റലിന്റെ വാപ്പ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക. അവിടുന്ന് ഫെബി ബ്രോ നമ്മളെ കാണാനായിട്ട് വന്നു. 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് പോയി. ഫെബി ബ്രോ വന്നൊരു പോക്ക് പോയിക്കോട്ടോ. ലൈഫിൽ നടക്കുന്ന നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ പൂച്ചനെ ഇപ്പം ഞാൻ കുറച്ചു നേരം ഇങ്ങനെ വിളിച്ചു. പൂച്ച വരുന്നില്ല. പക്ഷെ പൂച്ച വരും. എപ്പോൾ വരും? നമ്മളെ ടേബിളിന്മേ നമ്മളെ സാധനം വരും. അപ്പോൾ പൂച്ച നമ്മളെ അടുത്ത് എത്തും. അതേപോലെയാണ് നമ്മളെ ലൈഫ്. നമ്മളെ അടുത്ത് പൈസ ഉണ്ടാകുന്ന സമയത്ത് കുറേ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവും. പൈസ ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടില്ലേ? ഇപ്പം എൻ്റെ അപ്പോൾ പൈസ ഇല്ലായിട്ട് ഇവരുണ്ട്, പക്ഷെ പൈസ ഇല്ലാത്ത സമയത്ത് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ചിക്കൻ വന്നു. പൂച്ച കുറച്ച് കഴിഞ്ഞാൽ അവിടെ വരും. ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് അത്. കാരണം എന്താ? പൂച്ചക്ക് അറിയാം എവിടെ പോയാലും എന്ത് കാര്യം കിട്ടുന്നില്ലത്. അപ്പോൾ പൂച്ച വരുന്ന സമയത്ത് അതും കൂടി ഞങ്ങളിൽ കൂട്ടും. ഓക്കെ, അത് വരുന്നുണ്ട്. നേരം വിളിച്ചാത്ത പൂച്ച ഇപ്പോൾ വന്നു. കാരണം എന്താ? എൻ്റെ കയ്യിൽ സാധനം ഉണ്ട്. ഇതേപോലെയാണ് ലൈഫ്. നമ്മളെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും. കണ്ടോ? ഇതാണ് സംഭവം. അപ്പോൾ ഇതേപോലെ നിങ്ങളെ കൂട്ടത്തിലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഓരോ ഇതിൽ മെൻഷൻ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും നല്ലൊരു മോട്ടിവേഷൻ ഞാൻ പറയാനല്ല. കണ്ടില്ലേ? ഇതാണ് ഉദാഹരണം. പൂച്ച എങ്ങനെ കഴിച്ചു. അപ്പോൾ അൽഫാമാണ് നമുക്ക് ആദ്യം വന്നിട്ട്. അൽഫാം എങ്ങനെ ഉണ്ടോ നോക്കാം. അൽഫാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് കറക്റ്റ് റിവ്യൂ പറയും. ഡ്രൈ ആണെങ്കിലും ഇത് പ്രൊമോഷനൊന്നല്ല, പക്ഷേ സാധനം ടേസ്റ്റ് ഉണ്ട്. നമുക്ക് എന്തോ ഈ ക്യാമറ ഓഫ് ചെയ്തോ, ഇനി നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ എനിക്കൊന്നും കഴിക്കാൻ കിട്ടൂല. അതിലിട്ടു സർബത്ത് വെച്ചു. അതാണ് ഇതിന്റെ പേരെന്താണ്? സൗദി ചാമ്പ്യൻ ഒക്കെയാണ് നമ്മൾ കുടിക്കണത്. നമ്മൾ ഇന്ന് ഓരോ ദിവസം നമ്മളിവിടെ വരുമ്പോൾ ഓരോ സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മളൊരു ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില്. എന്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് എത്തുന്ന പോലെ മുക്താർ ബീച്ചിൽ എന്തായാലും വന്നിട്ടൊന്ന് എൻജോയ് ചെയ്യണം അല്ലേ? അതിനെ പറ്റി എന്താണ്? നമ്മൾ ജുനൂസ്മാരുടെ പേജ് ഒന്ന് നോക്കി നിങ്ങളാദ്യം. എന്നിട്ട് വേണം നമുക്കിതൊക്കെ ഫ്രീ ആക്കി തരാം. ഓറഞ്ച് കൊടുക്കും, നോക്കണം. സെറ്റ് ചെയ്ത് കൊടുക്കും. എനിക്ക് ഗ്ലാസ് ഉണ്ടോ? അതാണ് ഇല്ലാത്ത മെനു ഒക്കെ ചോദിച്ചു. അതിൽ ഫാഷൻ ഫ്രൂട്ടാണ് കൂടുതൽ. ആ കളറേ അതൊക്കെ നമുക്ക് കഴിച്ചുകൂടെ? ഇനി അപ്പോഴേക്കറിയാം നമ്മൾ ആരാണ്. അപ്പോഴാണോ അല്ല അറിയാം. ഇങ്ങനെ കഴിക്കണം എനിക്ക്. അങ്ങനെ എന്താണ്ട് നിങ്ങളൊക്കെ പറയേ ഇറങ്ങി പോയിട്ട് കഴിക്കാം. ഈ ഗ്രേവി ബലിക്ക് ടീമിന് പേരൊക്കെ ഉണ്ട്. ബലേ
ഏരിയ 12 എവിടെ അല്ലേ അതിനെ പറയാൻ തീരൂല. എന്നിട്ട് ഒരു നോമ്പറൊക്കെ കണ്ടിരുന്നു ഇപ്പൊ ലാസ്റ്റ് ഏതിലേന്നു TREയിലല്ല കോപ്പർ കിച്ചണിലെ ഏരിയ 12 ആണ്. ഏരിയ 12 അതങ്ങ് വാളയാറ്. ഇവന് വാളയാറ പഠിച്ചിരുന്നേ അല്ല ഇതിങ്ങനെ പിടിച്ചിട്ടില്ലേ നീളം തൊട്ടി വരുന്നുണ്ട്. ആ അടുത്ത സാധനം എത്തിക്കണം നമ്മളെ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പണി കിട്ടിയിരുന്നു ആ ടേസ്റ്റ് കൊണ്ട് നാളെ അറിയാം ഇതിന്റെ റെസിപ്പി. കാന്താരി മുളക് മേലെ വെച്ചേ മറ്റേ മാങ്ങ ഹണിയാണോ? പണിയല്ല റോസ മറ്റേ മാങ്ങന്റെ വെള്ളം ബാഡായി. സംഭവം മൂഞ്ചി. ഇത് മറ്റീൻ്റെ നമ്മൾ മറ്റേത് കഴിച്ചതിൻ്റെ ടേസ്റ്റ് എഫക്റ്റാണ് പോയി. നമ്മളിത് ആദ്യം കഴിക്കണ്ടി. ആദ്യം കഴിക്കണ്ടിരുന്നു. ഇത് ഓർഡർ ചെയ്തായിരുന്നു. നമുക്ക് എന്താ ഇതിന് മാത്രം പണി ഇതിൻ്റെ ഉള്ളെടുത്ത് ഇതിൻ്റെ മുകളിലോ ഇത് അതേമാതിരി കഴിക്കണ്ടേ? ബാഡായോ? എടാ എനിക്ക് കുറച്ചുകൂടി വെള്ളം എന്താ കുഴപ്പമില്ല. ഞാൻ ജൂമിത്തുമാർക്ക് സംഭവിച്ചത്. എന്തൊക്കെയുണ്ട് സാധനം മറ്റേ സാധനം അടിച്ചിട്ട് ഇത് ആക്കിയതാണോ 3 റൂട്ടിലെ വേഗം വരെ? ഒഴിവാക്കിയിട്ട മുന്നേ. ഇത് കുറച്ച് ബാഡായി. ബാക്കി അത് ഇനി നമ്മൾ കഴിച്ചുകൊണ്ടാണോ അതോ സാധനം എന്താണ് എനിക്ക് തോന്നുന്നത്? മറ്റേ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് മറ്റേ നല്ല ടേസ്റ്റ് ഉണ്ടാകൊണ്ട് ഇത് ടേസ്റ്റ് ഇല്ലാണ്ടായി തോന്നുന്നു. എന്ത് ഈ പച്ചവെള്ളം? അത് മിന്റ് അതൊക്കെ ആവശ്യമില്ല അത് സാധനം. പൊട്ടിക്കോ? എന്നാ സ്പൂണോ എന്നുവെച്ച് പറയണൊക്കെ ഇതിൽ കേട്ടോട്ടെ. വേറെ എന്ത് തൊട്ടാലും സഹിക്കാം. ഇങ്ങനെയാണ് ഈ സാധനം വരിക. ഇജ്ജ് പിടിച്ചിക്കാണ്ടതൊരു കഷ്ണം തന്നോ? അത് പോരാ. മറ്റേ കഴിച്ചിട്ട് ഒന്നുമില്ല അത് പക്ഷേ അതൊന്നുണ്ട് മുന്തിയ ഇത് സ്പൂണാക്കാരം വരിക. അവസാനം ഇതൊന്നും ഇങ്ങനെ ഇത് നമ്മളെ പൊട്ടന്മാരെ പോലെ വള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് ഇട്ട് നിറച്ചിക്കുക. അല്ല പറഞ്ഞ നോമ്പറന്ന് ഫ്രൂട്ട്സ് കുറച്ച് ബാക്കിയുണ്ട്. ചതിച്ചു. വെള്ളം കൂട്ടുന്നതല്ലേ ലാഭം. വെള്ളം കൂട്ടിനല്ലേ ലാഭം, ഫ്രൂട്ടിനല്ലേ വില. ഏത് ഈ ഇതല്ലേ എടാ പൊട്ടപ്പാ. ഓൻ പറഞ്ഞതന്നെ ഞാൻ പറഞ്ഞു എന്നൊക്കെ അറിയിച്ച് പറയുന്നത്. പക്ഷെ അതല്ലേ പറയാനതിലേ ഉള്ളൂ. എന്ത് അല്ലാണ്ട് എന്തായാലും പറയാൻ വേറെ ഈ സാധനപ്പാണ് ഉദ്ദേശിച്ചതാ. എന്നാ കോരിട് ഇതൊരു ആപ്പ് കിട്ടും. എന്നാ കൈയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന മറ്റേ സാധനം സൈഡിലാണ് ഒട്ടും പിന്നെ ഹൈജീനല്ല. നമ്മള് ഫ്രണ്ട്ഷിപ്പേ നോക്കിയുള്ളൂ. ഇന്നത്തെ എനക്കുണ്ട്. സിട്രസ് വേണം. ഇതിലുണ്ട് സ്ട്രെസ് ഇഷ്ടം പോലെ ഉണ്ട്. കൊടുക്കുക തീർച്ചയായിട്ടും നിർബന്ധിച്ചാൽ മതി. അങ്ങനെ നാവും നോക്ക് അല്ലെങ്കിൽ പോകും. നിർബന്ധിച്ചാൽ മതി. നീക്ക് എന്തിനു കൂട്ടി തന്നാണ്? ഇത് ഫുള്ള് എനിക്ക് തന്നെ. കൂട്ടും ചിലപ്പോ എല്ലാം കൂടെ കൊടുത്തു. അന്നോട്ടെ കുഴപ്പമില്ല. കഴിഞ്ഞു. ഈ കുടിക്കും ഞാനിപ്പോ ആലോചിക്കണം എന്താ അറിയോ, പെണ്ണ് കിട്ടുമ്പോ കോഴിക്കോട് നിന്ന് കിട്ടിയാലോ. അതാണ് എന്താ എനിക്കിഷ്ടമായി ഇവിടെ. ഉമ്മാന്നോ? ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ച പെണ്ണിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല, ഇവിടുത്തെ കുട്ടികളെ കാണാൻ അത്യാവശ്യം ഒരു ഇൽമുണ്ട്. മണ്ണാർക്കാട് ഇല്ലാന്ന് പറഞ്ഞേ. മണ്ണാർക്കാട് ഉണ്ട്, വള്ളാർക്കാട് ഇല്ലാതെ. മണ്ണാർക്കാട് അടുത്ത പ്രശ്നം ഉണ്ടാക്കാനല്ല, വള്ളാർക്കാടിനെ പറ്റി ഒന്നും പറയരുത്. ഞാന് അതൊരു ജില്ലാക്കല്ല പ്ലാനിങ് ആണ് നമ്മളല്ലേ? അതൊരു ജില്ലയാക്കണം. കാരണം നമ്മള് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. നമ്മള് പാലക്കാടും അല്ല മലപ്പുറം അല്ല, പക്ഷെ ഒരു ജില്ലക്കില്ല താലൂക്ക് ഉണ്ട്. അത് മനസ്സിലായോ? അങ്ങനെയാണ്. പിന്നെ നമ്മളെ ഭാഷ, നമ്മളെ ശൈലി സ്ഫുടതല്ലാത്തൊരു ഭാഷ. പാലക്കാട് ജില്ലക്ക് അറ്റാച്ച് ചെയ്യാൻ പോകണമെന്നുണ്ട്. അല്ല, പാലക്കാട് ജില്ലയിലാണത്. പിന്നെ ജില്ലയിൽ മാറ്റണം എന്തിനാ? ഞമ്മക്ക് മണ്ണാർക്കാട് തനിയ ജില്ല, മണ്ണാർക്കാട് ജില്ല പാലക്കാടാക്കാം. ആദ്യം മലപ്പുറം ജില്ലക്കട്ടെ.
മലപ്പുറം പിന്നെ ഏതാ? മലപ്പുറം 2 ജില്ല കേട്ടാണ്. താൻ എന്താണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? മലപ്പുറം 2 പീസാക്കാൻ പോകണം. അതറിഞ്ഞില്ല. ഇപ്പൊ 14 ഉള്ളത് ലെഗ് പീസ് ആർക്കാ? ലെഗ് പീസ് ആർക്കാ? മാളില് വട്ടത്തിരുന്നപ്പോ തമാശ പറഞ്ഞല്ലേ ഇവിടുത്തെ കാര്യം വരുമ്പോ കാര്യം വന്ന ജൂനു തന്നെ അറിയണം. അഗേ മകിലിരുന്ന് ഇവനെ ഓരോരോ കുത്തിത്തിരിപ്പ് ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് ഇവനെ നശിച്ചുകൊണ്ടിരിക്കുന്നവനാണ് മൂർച്ചി. നിങ്ങൾ ഇരിക്കണില്ല എന്ന് നമ്മള് വണ്ടി എടുത്തിട്ടാണ് ഇവിടുന്ന് പോണേ. എന്നാ പിന്നെ അങ്ങനെ പോയാ പോരാ ഹൈവേയില്. എന്തോ പൊരിച്ചിട്ടുണ്ട്. പൊരിച്ച ഐസ്ക്രീം കഴിക്കാനാണ് നമ്മൾ വന്നത്. പൊരിച്ച ഐസ്ക്രീം അവിടെ. പൊരിച്ച ഐസ്ക്രീം നമുക്ക് 4 എണ്ണം ഇവിടെ ട്രൈ ചെയ്യാനിട്ടാ. നാളൊന്നും വേണ്ട, പൊരിച്ച ഐസ്ക്രീം ഇവിടെയാണ്. ട്രൈ അടിക്കാതെ വേഗം പരിപാടികളാണ്. അങ്ങനെ കൂടുതൽ ടൈം എടുത്ത വിഷയമാവും. ഐസ്ക്രീം പൊരിച്ചതാണ് ഗൈസ് നമ്മൾ കഴിക്കാൻ പോണത്. ഐസ്ക്രീം ഇട്ടിട്ട് എല്ലാത്തിലും ഡിപ്പ് ചെയ്ത്. ഐസ്ക്രീം പൊരിച്ചത് കഴിക്കണമെങ്കിലും എങ്ങോട്ട് വരണം? കോഴിക്കോട് വരണം. കോഴിക്കോട് വരണം. എവിടെ? മുഗദാറില്. 36 മുഗദാറില്. ഞാൻ എന്താ പറയാൻ വന്നു ബാക്ക് കൂടി എന്താണ് ജിനോജ് വീഡിയോ ഒന്നും എടുക്കല്ലേ? ആൾക്കാരെന്താ വിചാരിക്കുക അങ്ങനെയൊക്കെ എടുത്താ? അന്റെ പരിപാടി എനിക്കറിയാം എന്താ ചെയ്തിട്ടുണ്ടെന്ന്. ഇവൻ നമ്മക്കൊന്നും അറിയാം. ഇവനെ ഫ്ലാഷ് ഓൺ ആയില്ല ചേച്ചിട്ട് വീഡിയോ ഓൺ ആയില്ല എന്ന് പറയാൻ ഇവനെ നമ്മക്ക് അറിയാത്ത വേറെ സാധനമായോ? സാധനമായോ ടൈമില് ഐസ്ക്രീമാണേ. സാധനമായി ഒന്ന് ഞാനൊന്ന് പോയപ്പോ സാധനമായി. അങ്ങനെ കൈ പിടിച്ചോ? റിയാക്ഷൻ കണ്ടു നോക്കട്ടെ. എന്താ ഇതിൽ പറഞ്ഞോ? കൊള്ളാട്ടോ. ഞാൻ ആദ്യമായിട്ടാ വലിയ മാന്തിന്റെ തൊള്ളി കൊണ്ട് കുറച്ചുകൂടെ വേവിക്കേണ്ടിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഒരു ഐസ്ക്രീം പൊരിച്ചത് കഴിക്കുന്നത്. പക്ഷെ നിങ്ങളെ തൊപ്പിയാണ് മൂട്. 1 സ്പൂണാ? ഈ ഐഡിയ മൂപ്പര് പുറത്തായിപ്പോ പുറത്ത് പഠിച്ചപ്പോ. ദിസ് ഈസ് ഫ്രീ സ്റ്റൈലർ മുർഷി. ആൾക്കാര് കോൺവേഴ്സിൻ കോൺട്രാസ്റ്റിസ് കോൺഫ്രീസ് കിസ്റ്റു. ഇല്ല കുഞ്ഞാപ്പിന്റെ അടുത്ത ലീലാവിലാസങ്ങളുമായി ഇനി മണ്ണാർക്കാട് വെച്ച് കാണാം. അപ്പം ബൈ.